JNU ദില്ലിയിലെ JNU സർവകലാശാല എപ്പോഴും വലിയ രീതിയിൽ ഒരു തീവ്രവാദങ്ങളുടെ അല്ലെങ്കിൽ രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയി മാറുന്നുണ്ട്. അത് JNUവിലെ കുഴപ്പമല്ല, അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഒരു കുഴപ്പമാണ്. പല തെറ്റായ കൂട്ടുകെട്ടിലേക്ക് ചെന്നപ്പെടുന്ന വിദ്യാർത്ഥികളുണ്ട് അവിടെ. രാജ്യത്തെ എങ്ങനെയെങ്കിലുമൊക്കെ നശിപ്പിക്കണം, രാജ്യത്തൊരു കലാപമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം എന്നടക്കമുള്ള അവിടെ ഒരു ഗൂഢാലോചന നടത്തുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ JNUവിലുണ്ട്. അവരാണ് രാജ്യത്തെ എപ്പോഴും ഭീഷണിയായി തന്നെ മാറുന്നത്. നിലവിൽ നരേന്ദ്രമോദി, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും നേരെ ഇവരൊരു കൊലവിളി മുദ്രാവാക്യം നടത്തി. അതായത് ഒരു വധഭീഷണി തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇത് കോൺഗ്രസ് എന്ന നട്ടലില്ലാത്തൊരു പാർട്ടി അല്ല ഭരിക്കുന്നത്. കൂടാതെ രാജ്യത്തിന്റെ ലോ ആൻഡ് ഓർഡർ സംവിധാനം വളരെ മികച്ചതാണ്. നരേന്ദ്രമോദിക്ക് നേരെയും അമിത്ഷായ്ക്ക് നേരെയും JNUവിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കൊലവിളി മുദ്രാവാക്യം വിളിച്ച ആ സ്പോട്ടിൽ തന്നെ JNUവിൽ നിന്നും ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമായ പരാതികൾ സഹിതം ദില്ലി പോലീസിനോടും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട അധികാരിയുടെ കയ്യിലേക്കും അയച്ചു കൊടുത്തു. സ്പോട്ടിൽ തന്നെ ദില്ലി പോലീസ് ഇത് രഹസ്യാന്വേഷണ വിഭാഗത്തിലേക്ക് കൈമാറുന്നു, IBയിലേക്ക് കൈമാറുന്നു. അങ്ങനെ അവർ വ്യക്തമായി ഒരു അന്വേഷണം, സമഗ്രമായ ഒരു അന്വേഷണം തന്നെ നടക്കുന്നു. കുറെ എണ്ണത്തിനെ പിടിച്ചുകൊണ്ടു പോകുന്നു, പെരുമാറേണ്ട രീതിയിലൊക്കെ പെരുമാറുന്നു, ചോദ്യം ചെയ്യേണ്ട രീതിയിലൊക്കെ ചോദ്യം ചെയ്തപ്പോൾ കൃത്യമായി തന്നെ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ ഉണ്ടെന്ന് മനസ്സിലായി. അത് വേറെ ആരുമല്ല, ഒരു പ്രയോജനമില്ലാത്തൊരു തുക്കടാ പാർട്ടി. അതായത് കേരളത്തിലടക്കം അത് അവസാനിക്കാൻ പോകുന്ന ഒരു പാർട്ടി പ്രസ്ഥാനം CPM തന്നെയാണ്. CPMന്റെ ഒരു സഖാത്തി ആണ് ഇതിന്റെ പിന്നിൽ. ഈ ഒരു കൊലവിളി മുദ്രാവാക്യത്തിന്റെ ഈണം ചിട്ടപ്പെടുത്തിയതെന്ന് IBക്കും ദില്ലി പോലീസിനും മനസ്സിലായി. കാരണം ഇതുപോലത്തെയുള്ള പ്രശ്നങ്ങളിൽ കൂടുതലായിട്ടും CPMന്റെ അല്ലെങ്കിൽ SFIയുടെ ഒക്കെ പിള്ളേർ തന്നെ ഉണ്ടാകും. സഖാത്തി വിചാരിച്ചത് ഇത് കേരളം പോലെ തന്നെ ആയിരിക്കും. കാരണം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാലും പിണറായി വിജയനോ അല്ലെങ്കിൽ പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ ഒരു ഫോൺ വിളിക്കും, നമ്മുടെ ആളാണ്, വിട്ടേക്ക്, അല്ലെങ്കിൽ സ്ഥലം മാറ്റം അല്ലെങ്കിൽ സസ്പെൻഷൻ അടിച്ച് കൈ തരും എന്നൊക്കെ ആയിരുന്നു ഈ വിവരമില്ലാത്ത അല്ലെങ്കിൽ പഠിപ്പ് വിവരമില്ലാത്ത ഈ സഖാത്തി വിചാരിച്ചത്. പക്ഷെ കളി ദില്ലിയിലാണ്. ഇനിയാണ് ബാക്കി ട്രെയിലർ അവിടെ ആണ് കഴിഞ്ഞത്. ഇനി അതിന്റെ ഫുൾ സിനിമയാണ് ഇനി JNUവിൽ നടക്കാൻ പോകുന്നത്. അതായത് ഈ സംഭവം നടക്കുന്നത് ജനുവരി 5-നാണ്. രാത്രി JNU ഹോസ്റ്റലിന് മുന്നിലാണ് ഒരു കൂട്ടം SFI ഗുണ്ടകൾ ഒരു ഗാനമേള സംഘടിപ്പിച്ചത്. മോദിയുടെയും അമിത്ഷായുടെയും ഖബർ JNUവിന്റെ ഭൂമിയിൽ തോണ്ടുമത്രേ എന്നാണ് ഈ SFI സംഘങ്ങൾ ഇരുന്ന് പാട്ടുപാടിയത്. അങ്ങനെ രഹസ്യാന്വേഷണ ഏജൻസികളെല്ലാം കണ്ടുപിടിച്ച് വന്നപ്പോഴാണ്, അവർ അന്വേഷണം നടത്തി കണ്ടുപിടിച്ചപ്പോഴാണ് ഇതിന്റെ ഗായിക തൃശ്ശൂരുകാരിയാണെന്ന് മനസ്സിലായത്, സഖാത്തി ഗോപിക ബാബു. അങ്ങനെ ഇനി ആ ഗോപിക ബാബുവിന്റെ കുന്തളിപ്പ് മിക്കവാറും തീരാനുള്ള സമയമായി. ഇനി ശിഷ്ടകാലം മുഴുവൻ ദില്ലിയിലെ തിഹാർ ജയിലിൽ ജീവിതം അങ്ങ് അവസാനിപ്പിക്കും. ഇനി ആജീവനാന്തം ജീവിതകാലം മുഴുവൻ തിഹാർ ജയിലിൽ കഴിയാനുള്ള എല്ലാ വകുപ്പുകളും ദില്ലിയിൽ രഹസ്യാന്വേഷണ വിഭാഗവും ദില്ലി പോലീസും നമ്മുടെ ഫുൾ ലോ ആൻഡ് ഓർഡർ സംവിധാനം എല്ലാം കൂടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുന്നേ ഒരു ഉമർ ഖാലിദ് എന്ന് പറഞ്ഞ ഒരുത്തൻ നമ്മുടെ ഭാരതത്തിന്റെ ഗ്രാൻഡ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് JNUവിൽ ചെന്നിട്ട് കാശ്മീരിനെ ഓക്യുപ്പൈഡ് കാശ്മീർ എന്നൊക്കെ ആണ് ഇവൻ വിളിച്ച് അഭിസംബോധന ചെയ്തത്. അവന്റെ കുന്തളിപ്പും അതോടൊപ്പം തന്നെ രഹസ്യാന്വേഷണ വിഭാഗവും ഒക്കെ തീർത്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ കുറെ ജാമ്യ ഹർജി അയച്ചുകൊണ്ടിരിക്കുന്നു. സുപ്രീം കോടതി പറ്റില്ല എന്ന് പറഞ്ഞു കളയുന്നു, പറ്റില്ല എന്ന് പറഞ്ഞു കളയുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം സഹികെട്ടിട്ടാണ് ഇനി ഒരു വർഷത്തേക്ക് ഇനി ജാമ്യാപേക്ഷയുമായിട്ട് എന്റെ മുന്നിലേക്ക് വരരുത് എന്ന് സുപ്രീം കോടതി തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഈ തൃശ്ശൂർകാരിയുടെ ഈ ഒരു ചെറിയൊരു അസുഖം. ഈ അസുഖമാണ് ഇനിയിപ്പോ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ തീർത്തു കൊടുക്കാൻ പോകുന്നത്. കാരണം പ്രധാനമന്ത്രിയെയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയുമാണ് കൊല്ലുമെന്ന് ഭീഷണി മുഴങ്ങിയത്. അപ്പോൾ കേസ് നിസ്സാരമല്ല. രാജ്യദ്രോഹ കുറ്റം തന്നെ മിക്കവാറും ചുമത്തുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെ ക്യാമ്പസിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ജവഹർലാൽ നെഹ്റു സർവകലാശാല ഒരു നീക്കം തന്നെ ഇപ്പോൾ നടത്തിയിരിക്കുന്നു. നിർണായകമായ നീക്കങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുകയാണ്. കൃത്യമായ തെളിവുകൾ സഹിതം ആ കോളേജിൽ അന്ന് എന്താണ് നടന്നത് എന്നതിന്റെ വീഡിയോ സഹിതമാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. സർവകലാശാലകളെ വെറുപ്പിന്റെ പരീക്ഷണങ്ങളാക്കി മാറ്റാൻ അനുവദിക്കില്ല എന്നാണ് JNU അധികൃതർ തന്നെ പറയുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം ക്യാമ്പസിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് മുദ്രാവാക്യങ്ങൾ ഉയർന്നത്. 2020 ദില്ലി കലാപ ഗൂഢാലോചന കേസിൽ പ്രതികളായ ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം എന്നിവർക്ക് സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥികൾ പ്രകടനം നടത്തിയത്.
JNUവിലെ മുൻ വിദ്യാർത്ഥി നേതാക്കളായിരുന്ന ഉമർ ഷർദിദും 5 വർഷത്തിലേറെയായി ജയിലിലാണ്. പ്രകടനത്തിനിടെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും സുപ്രീം കോടതിയെയും പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അവഹേളിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചതായി കാണിച്ച് സർവകലാശാല ദില്ലി പോലീസിന് കത്തെഴുതിയിരുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം മൗലിക അവകാശമാണെങ്കിലും ആക്രമണമോ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളോ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് സർവകലാശാല അധികൃതർ. വിഷയത്തിൽ FIR രജിസ്റ്റർ ചെയ്തതായി സർവകലാശാല അറിയിച്ചെങ്കിലും FIR ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുദ്രാവാക്യം വിളിച്ചവരിൽ JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് അദിതി മിശ്ര ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ തിരിച്ചറിഞ്ഞതായി സർവകലാശാല അറിയിച്ചിട്ടുണ്ട്. കൂടാതെ അതിന്റെ ഫോട്ടോകൾ, വീഡിയോകൾ തെളിവ് സഹിതം ദില്ലി പോലീസിന് കൈമാറിയിട്ടുണ്ട്. സംഭവത്തിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ, പുറത്താക്കൽ, സ്ഥിരമായ വിലക്ക് എന്നിവ ഉൾപ്പെടെ അച്ചടക്ക നടപടി വരുമെന്ന് തന്നെയാണ് JNU അധികൃതർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ സർവകലാശാലയെ അപകീർത്തിപ്പെടുത്താനുള്ള ആസൂത്രിതമായ ഒരു ശ്രമമാണ് ഇവിടെ നടന്നത്. അതായത് സർവകലാശാലയെ മൊത്തത്തിൽ തകർക്കാൻ വിദ്യാർത്ഥികൾ ഒരു ശ്രമം നടത്തി എന്നാണ് JNU തന്നെ പറയുന്നത്. JNU ക്യാമ്പസിൽ ഒരു ആക്രമണം സംഘടിപ്പിക്കാൻ കരുതിക്കൂട്ടി തന്നെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ വധിക്കാൻ ഒരു വധശ്രമത്തിന്റെ ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു സംഘർഷമായ ഒരു അന്തരീക്ഷം, ഒരു ജൻസി കലാപം ദില്ലിയിൽ പൊട്ടിപ്പുറപ്പെടുവിക്കാനുള്ള ഒരു തിരക്കഥയായിരുന്നു ഇവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്ന സംശയമാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിനടക്കം ഇപ്പോൾ ഉയരുന്നത്.